Hello guys, welcome back to Mellow Desk Diaries. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റീവ് സൺഡേ നൈറ്റ് ആസ് എ 11th ഗ്രേഡർ ആഫ്റ്റർ എ ലോങ് ടൈം. കാരണം ഒരു ലോങ് ബ്രേക്കിന് ശേഷം സ്കൂൾ തുറന്നിരിക്കുകയാണ്. സോ നിങ്ങളൊക്കെ വീണ്ടും പഴയ പോലെ പ്രൊഡക്റ്റീവ് ആയി തുടങ്ങിയോ? പിന്നെ ഈ ഒരു വീഡിയോ തന്നെ എൻ്റെ +1 സ്റ്റഡി അപ്ഡേറ്റ്സും എക്സ്പീരിയൻസും ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. കാരണം നാളെ മൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പേഴ്സണൽ ആയിട്ട് ഒരു ടിപ്പ് പറഞ്ഞായിട്ട് നിങ്ങൾ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ എഴുതാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക. ഫോർ എക്സാമ്പിൾ 2-3 കാര്യങ്ങളാണെങ്കിൽ അത് മാത്രം എഴുതുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ആവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ എഴുതി കഴിഞ്ഞാൽ ഒന്നുപോലും നമുക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റിയെന്നില്ല. സോ അപ്പോൾ ഞാനിപ്പോൾ ആകെ 3 കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ തുറന്നിട്ട് ഒരാഴ്ച ആയെങ്കിലും മര്യാദയ്ക്ക് 2 ദിവസം പോലും ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മൺഡേ പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ കൂടെ ഉച്ചയ്ക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ട്യൂസ്ഡേ മാത്രമേ ഫുൾ ഡേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 ദിവസം എക്സാമിൻ്റെ വാല്യുവേഷൻ എന്തോ പറഞ്ഞിട്ട് ലീവായിരുന്നു. നിങ്ങൾക്ക് ലീവായിരുന്നു. പിന്നെ ഫ്രൈഡേയും ഹാഫ് ഡേ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും കുറച്ച് നോട്ട് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ ആകെ ഒരു നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ, റഫ് നോട്ട്. അപ്പോൾ ഈ നോട്ടൊക്കെ പുതിയ നോട്ട്സിലേക്ക് പകർത്തി എഴുതണം. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും സ്കൂൾ തുറന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇത് 12-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ദെൻ ഇതാണ് ഞാൻ ഫിസിക്സിന് വേണ്ടി എടുത്തിട്ടുള്ള നോട്ട്ബുക്ക്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഇതിലങ്ങോട്ട് എഴുതി തുടങ്ങാം. ഇപ്രാവശ്യം സ്കൂളിലേക്ക് വേണ്ടി അങ്ങനെ ഞാൻ ലോങ് നോട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. എല്ലാം മീഡിയം സൈസ് തന്നെയാണ്. ഇംഗ്ലീഷിന് മാത്രമേ ലോങ് നോട്ട് വാങ്ങിയിട്ടുള്ളൂ. പക്ഷേ അൺറൂൾഡ് ആണ് എല്ലാം വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും അവസാനിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളായിട്ട് എഴുതാണ്ട് പെന്നൊക്കെ പിടിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീൽ ആയിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മൊത്തം ബോറായിരുന്നു. പിന്നെ +1 സ്റ്റഡി അപ്ഡേറ്റ്സ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഫിസിക്സിൽ 2nd ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടില്ല. നേരെ 2nd ചാപ്റ്റർ മോസ്റ്റ് തന്നെ സ്ട്രേറ്റ് ലൈൻ നിന്നാണ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ചാപ്റ്റർ എടുക്കേണ്ടാവുക. പിന്നെ കെമിസ്ട്രിയും മാത്സും ഫസ്റ്റ് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2nd ചാപ്റ്റർ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ളതാണ് പറയുന്നത്. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസത്തെ എടുക്കുന്ന ദിവസത്തെയല്ല. ഇംഗ്ലീഷ് 2nd ലെസണിലുള്ള പോയം എടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പോർഷൻസ് ഒക്കെ പറയുന്ന രീതിയിൽ ഞാൻ ഫിസിക്സ് നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും നോട്ടാണ് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നിട്ടുള്ളത്. അങ്ങനെ സക്സസ്ഫുള്ളി ഫിസിക്സ് നോട്ട് ചെയ്താൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അത് നെക്സ്റ്റ് ടിക്ക് ചെയ്യട്ടെ. ഇങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം കുറേ ദിവസമായില്ലോ ഇങ്ങനെയൊക്കെ ടിക്ക് ചെയ്തിട്ട്. ദെൻ ഇത് നമുക്ക് തിരിച്ചതേ സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് CS നോട്ടും കൂടെ എഴുതാനായിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ പുതിയ CS നോട്ട്. പേരിൽ നറൂട്ടോൻ്റെ മറ്റേ ഫോട്ടോ ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ. ഇത് പിന്നെ അന്ന് ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഒരു പേജ് മറ്റേ എന്താ എഴുതാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ വേഗം എഴുതാം. പിന്നെ ഇപ്രാവശ്യത്തെ +1 സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് സ്കൂളിൽ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 10th വരെ പഠിച്ച സ്കൂളല്ല, എൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്കൂളാണ്. പിന്നെ ഒരു പുതിയ സ്കൂൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും ഫസ്റ്റ് ഓപ്ഷൻ ആ സ്കൂൾ തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 2 പേർക്കും അവിടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുതിയ സ്കൂളും പുതിയ അറ്റ്മോസ്ഫിയറും സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആരും അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല. എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അങ്ങനെ കഥ പറഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് നോട്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാകെ ഒരൊറ്റ പേജേ ഉള്ളൂ. അങ്ങനെ ഇതും കൂടെ ടു ഡു ലിസ്റ്റിൽ ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ദൂരെയൊന്നും എടുത്തില്ല, ചുമലി വെച്ച് തന്നെയാണ് ടിക്ക് ചെയ്തത്. അങ്ങനെ സക്സസ്ഫുള്ളി 2 നോട്ട്സും കംപ്ലീറ്റ് ആക്കി ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് കുറച്ച് വായിക്കാനുണ്ട്. സോ ഇതാണ് എൻ്റെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ്. സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസം പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു യൂണിറ്റ് 1ന്റെ ഫസ്റ്റ് ഭാഗം മാത്രമേ ടീച്ചർ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് വായിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വായിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മൺഡേ മുതലാണ് സെറ്റ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അതുപോലെ തന്നെ CS-ലും ഇപ്പോൾ പഠിപ്പിക്കുന്ന ചാപ്റ്റർ വലിയ ടഫായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഒന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ പഠിക്കാത്ത തന്നെയാണ്. അപ്പോൾ ഇനി മുതൽ പഠിച്ചു തുടങ്ങണം. പിന്നെ എല്ലാവരും പറയുന്ന പോലെ +1 സയൻസ് എടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് ദിവസം അവസ്ഥ ഇത് തന്നെ ആയിരിക്കില്ലേ. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു പേജും കൂടെ വായിച്ചിട്ട് എൻ്റെ ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കാലങ്ങൾക്ക് ശേഷം ഒരു ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ +1 ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്സ് എൻ്റെ കസിൻ്റെ നിന്ന് വാങ്ങിയതും പിന്നെ ഇപ്രാവശ്യം മാറിയ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഞാൻ സ്കൂളിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് മാത്സ് ഇത് ഞാൻ എൻ്റെ കസിൻ്റെ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വർഷം സിലബസിന് യാതൊരു മാറ്റവും ഇല്ല, NCERT തന്നെയാണ്. സോ നമുക്ക് ഇപ്രാവശ്യം 14 ചാപ്റ്റേഴ്സാണ് ടോട്ടലായിട്ട് മാത്സിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കെമിസ്ട്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ SCERT സിലബസ് ആണ് ഇത്. NCERT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ നമുക്ക് ഇപ്രാവശ്യം തന്നെ 2 പാർട്ട് ടെക്സ്റ്റ് ഉണ്ട്. ഇത് പാർട്ട് 1 ആണ്. സോ പാർട്ട് 1 ആയിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റിലുള്ളത് ടോട്ടലായിട്ട് 6 യൂണിറ്റ്സ് ആണ്. പിന്നെ ഫിസിക്സും ഏകദേശം ഇതുപോലെ തന്നെയാണ്, 2 പാർട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇത് കഴിഞ്ഞ 2 വർഷം മുമ്പത്തെ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ചാപ്റ്റേഴ്സും പോർഷൻസ് ഒക്കെ എക്സ്ട്രാ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റിൽ 8 യൂണിറ്റ്സ് ഉണ്ട്. ഈ ഒരു ഫിസിക്കൽ വേൾഡ് എന്നുള്ള ചാപ്റ്ററൊന്നും ഇപ്രാവശ്യം ഇല്ല എന്നാണ് കേട്ടത്. ഇത് 2 വർഷം മുമ്പത്തെ ടെക്സ്റ്റ് ആണ്. പിന്നെ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോർഷൻസ് ഒക്കെ ആവശ്യം വരുള്ളൂ. ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷ് ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വാങ്ങിയതാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ഇപ്രാവശ്യം സിലബസ് മാറിയതുകൊണ്ട് തന്നെ പുതിയ ടെക്സ്റ്റ് ആണ്. സോ ഇതിൽ ടോട്ടലായിട്ട് 5 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഓരോ യൂണിറ്റ്സിൽ 3-4 ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ
ഞാൻ സ്കൂളിൽ നിന്ന് തന്നെ വാങ്ങിയതുകൊണ്ട് തന്നെ വലിയ ബുക്കാണ്, അതുപോലെ തന്നെ കളർ പ്രിന്റ് ആണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ 10th ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റിന്റെ ഫോർമാറ്റിലുള്ള തന്നെയാണ്. പക്ഷെ ബുക്കിന്റെ വലിപ്പം കുറച്ചധികം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും അത്യാവശ്യം വലിയ ബുക്കാണ്, നല്ല കട്ടിയുണ്ട്. പിന്നെ CS-ഉം ഇംഗ്ലീഷൊക്കെ ഒരു പാർട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൽ ടോട്ടൽ 13 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഫോർമാറ്റ് എവിടെയൊക്കെ നമ്മുടെ 10th IT ടെക്സ്റ്റ് പോലെ ഉണ്ടെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട് പോർഷൻസ് ഒക്കെ. സോ ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള +1 ടെക്സ്റ്റ് ബുക്സ്. നിങ്ങളുടെ കയ്യിലും ഈ സെയിം ടെക്സ്റ്റ് ബുക്സ് ആണോ എന്നുള്ളത് കമന്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്രാവശ്യം മലയാളമാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 10th വരെ ഹിന്ദി എങ്ങനെയൊക്കെയാണ് പഠിച്ചത്. പിന്നെ മലയാളം ടെക്സ്റ്റ് ബുക്ക് തൽക്കാലം ഇപ്പോൾ വാങ്ങിയിട്ടില്ല, ടീച്ചർ വാങ്ങിക്കാൻ പറയുമ്പോൾ സ്കൂളിൽ നിന്ന് വാങ്ങിക്കാന്നുള്ള രീതിക്കാണ്. ഞാനിപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. ഇത് ഞാൻ തന്നെ റീസൈക്കിൾ ചെയ്ത് ഉണ്ടാക്കിയ ഒരു അക്കാഡമിക് പ്ലാനർ ആണ്. പിന്നെ ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ ഏത് കളർ വേണമെന്ന് ചോദിച്ചപ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ പറഞ്ഞ ബ്ലൂ കളറാണ്. സോ ഞാൻ ബ്ലൂ കളറിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇത് ജസ്റ്റ് ഒരു ഡയറി അല്ലെങ്കിൽ നോട്ട്ബുക്ക് ആണ്. ഇനി ഇത് പ്ലാനർ ആവണമെങ്കിൽ നമ്മൾ പ്ലാനർ ആക്കി എടുക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേജും ഡെക്കറേറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള പ്ലാനുകളൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ ഞാനിത് മെയിൻ ആയിട്ട് +1 അക്കാഡമിക് ഇയറിനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇന്നലെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടതിന്റെയാണ് നിങ്ങൾ ഈ കാണുന്നത്. സംഭവം ഇതിൽ കുറച്ച് പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്തതും പിന്നെ ഞാൻ ChatGPT യൂസ് ചെയ്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്കേഴ്സ് ഒക്കെയാണ്. അങ്ങനെ ഇതിലൊരു 200-300+ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും. ലാസ്റ്റ് എല്ലാ സ്റ്റിക്കേഴ്സും ക്യാൻവ യൂസ് ചെയ്ത് A3 ഷീറ്റിൽ അറേഞ്ച് ചെയ്ത് സ്റ്റിക്കർ പ്രിന്റ് എടുത്തതാണിത്. ഇത് കണ്ടോ, മെല്ലോ ഡെസ്ക് ഡയറീസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നെ എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തതാണ്. ഇവിടെ എൻ്റെ പേരൊക്കെ ഉണ്ട്. നെക്സ്റ്റ് CR7 കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ പ്രിന്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ വേൾഡ് കപ്പ് എന്നുള്ള ഡ്രീം അവസാനിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് കുറച്ച് സ്പേസ് കിട്ടിയപ്പോൾ ജേർണൽ ചെയ്യാനോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആഡ് ചെയ്തതാണ്. ബാക്കിയുള്ള എല്ലാ സ്റ്റിക്കേഴ്സും ഡേയ്സ്, മന്ത്സ് അല്ലെങ്കിൽ ഫുള്ളി മോട്ടിവേഷൻ ആയിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഈ ഒരു കുഞ്ഞു ഷീറ്റ് വന്നിട്ട് എൻ്റെ അനിയനും ഇതുപോലെ കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ A3 ഷീറ്റിൽ പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എന്റെയും കൂടെ കയറ്റിയതാണ്. നിങ്ങൾ ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? ഏതാ ടീം എന്നുള്ളത് കമന്റ് ചെയ്യാം. പിന്നെ 20-ാം തീയതി ആണല്ലോ ഫൈനൽസ്. അപ്പൊ ആര് കപ്പടിക്കുന്നതാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? ഇപ്പൊ പിന്നെ കളി കാണാൻ നിൽക്കണോണ്ട് തന്നെ സ്ലീപ്പിംഗ് റുട്ടീനൊക്കെ ഫുള്ളായി തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇത്രയും സ്റ്റിക്കേഴ്സും കൂടി A3 ഷീറ്റിൽ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് 30-60 റുപ്പീസേ ആവത്തുള്ളൂ. പക്ഷെ ദോരവും സെറ്റ് ചെയ്തെടുക്കാനും ഇനി ഇത് മൊത്തം കട്ട് ചെയ്തെടുക്കാനും നല്ല പണിയാണ്. പിന്നെ ഈ ഒരു പ്ലാനറുടെ ഫസ്റ്റ് പേജിൽ നിന്ന് സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. സമയം അത്യാവശ്യം നല്ല രീതിക്ക് വൈകിയിട്ടുണ്ട്. നാളെ മൺഡേ ആയതുകൊണ്ടും സ്കൂൾ ഉള്ളത് കൊണ്ടൊക്കെ ഞാൻ അത് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. സംഭവം വേറൊന്നുമില്ല, ദോരൊന്നും കട്ട് ചെയ്തെടുക്കാൻ തന്നെ നല്ല രീതിക്ക് സമയം വേണം. പിന്നെ ഈ ഒരു ലോങ് ലീവിന് ശേഷം സ്കൂൾ തുറന്നുകൊണ്ട് ഒന്നും അങ്ങനെ സെറ്റ് ആയിട്ടില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ മടി കാരണമല്ല വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. വീക്ക് ഡേയ്സിൽ ഇപ്പൊ തീരെ സമയമില്ല. രാവിലെ നേരത്തെ പോയിക്കഴിഞ്ഞാൽ പിന്നെ വീടെത്തുമ്പോൾ 5-5:15 ആവാറുണ്ട്. സോ പിന്നെ ട്യൂഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അഗ്നി 3.0 ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സൈലത്തിൽ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ ഒരു പ്ലാനർ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാം. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ. ഇനി കൂടുതലായിട്ടുള്ള സ്റ്റഡി വ്ലോഗ്സ് ഒക്കെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.